Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Differences between Lease and Hire Purchase from the subject Financial Services for BBA Semester 3 students of the Kerala University. Differences between lease and hire purchase. First difference is about ownership. In lease, ownership rests with the lessor throughout and the hirer of the goods not becomes owner till the payment of specified installments. ലീസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നാമത്തേത് ഓണർഷിപ്പിനെ സംബന്ധിച്ചുള്ളതാണ്, ഉടമസ്ഥതയെ സംബന്ധിച്ചുള്ളതാണ്. ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഓണർഷിപ്പ് എപ്പോഴും ലെസർക്കായിരിക്കും, ലെസറുടെ കൈവശമായിരിക്കും ഓണർഷിപ്പ് ഇരിക്കുന്നത്. അതൊരിക്കലും ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ ഹയർ വെൻഡറിൻ്റെ കയ്യിലുള്ള ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഹയറർ ആ ഗുഡ്സിൻ്റെ മേലുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാം പേ ചെയ്ത് കഴിയുമ്പോൾ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ ഓണർഷിപ്പ് ഹയറർക്ക് ലഭിക്കും. ഇതാണ് ഓണർഷിപ്പിൽ ലീസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. Leasing is a method of financing business assets, whereas hire purchase is financing both business and non-business assets. ഇനി അടുത്ത ലീസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഫിനാൻസിങ്ങിലാണ്. പൈസ കൊടുക്കുന്നതിലുള്ള ആ മെത്തേഡിലുള്ള വ്യത്യാസമാണ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അസറ്റ്സിനെ മാത്രം ഫിനാൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള അസറ്റുകൾക്ക് ലീസ് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ലീസിംഗ് എഗ്രിമെൻറ്റിനകത്ത് പറയുന്നത്. എന്നാൽ ഹയർ പർച്ചേസ് ആണെങ്കിൽ ബിസിനസ് അസറ്റ് ആയാലും നോൺ ബിസിനസ് അസറ്റ്സ് ആയാലും അതിന് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിന് വേണ്ട ഒരു മെഷീനറി മേടിക്കാനായാലും നമ്മുടെ സ്വകാര്യ ആവശ്യത്തിനായ കാറ് മേടിക്കാനായാലും ഹയർ പർച്ചേസിൽ സാധ്യമാണ്. അതിന് ഫിനാൻസ് നമുക്ക് ധനസഹായം ലഭിക്കും. എന്നാൽ ഇവിടെ ലീസിലാണെങ്കിൽ ബിസിനസ് അസറ്റ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള ഫിനാൻസിങ് ലഭിക്കുകയുള്ളൂ. Third difference is regarding depreciation. In leasing, depreciation and investment allowances cannot be claimed by the lessee. But in HP or hire purchase, depreciation and investment allowance can be claimed by the hirer. IA means investment allowance. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വ്യത്യാസം ഡെപ്രിസിയേഷനെ സംബന്ധിച്ചാണ്. ലീസിങ്ങിലാണെങ്കിൽ ലെസ്സിക്ക് ഡെപ്രിസിയേഷൻ അലവൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസോ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അസറ്റിൻ്റെ വാല്യുവേഷൻ എടുക്കുമ്പോൾ ഡെപ്രിസിയേഷൻ അലവൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസിനും ലീസിങ്ങിലാണെങ്കിൽ ലെസ്സിക്ക് അവകാശമില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ ഇവിടെ ഹയറർക്ക് ഡെപ്രിസിയേഷൻ അലവൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസിനും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും, അത് അവകാശപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ഒരു വ്യത്യാസം. ഫോർത്ത് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് ടാക്സ് ബെനിഫിറ്റ്സ്. The entire lease rental is tax deductible expense. Only the interest component of ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റബിൾ. ടാക്സ് ബെനിഫിറ്റ്സിനെ സംബന്ധിച്ചാണ് അടുത്ത ലീസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ടാക്സ് ബെനിഫിറ്റ് നോക്കുമ്പോൾ എൻറ്റയർ ലീസ് റെൻറ്റൽ ഇസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ലീസ് എഗ്രിമെൻ്റ് പ്രകാരമുള്ള ലീസ് റെൻറ്റൽസ് പാട്ടത്തുക മുഴുവനും ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ ടാക്സിന് വേണ്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യാം, ഈ ലീസ് റെൻറ്റൽ മുഴുവനായിട്ടും ഡിഡക്റ്റ് ചെയ്യാം. പക്ഷേ ഹയർ പർച്ചേസിലാണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. അതിനകത്ത് ഇൻട്രസ്റ്റ് വല്ലതും ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ടാക്സ് നിന്ന് നമുക്ക് കുറച്ച് കാണിക്കാനായിട്ട് സാധിക്കൂ. ടാക്സിന് വേണ്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഹയർ പർച്ചേസിലാണെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ വൈകിയോ മറ്റോ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വന്നാൽ ആ ഇൻട്രസ്റ്റ് നമ്മുടെ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ടിൽ ആ ഇൻട്രസ്റ്റ് കുറച്ച് കാണിക്കാം. എന്നാൽ ലീസിലാണെങ്കിൽ ആ ലീസ് റെൻറ്റൽ പാട്ടത്തുക മുഴുവനും ടാക്സിന് വേണ്ടി എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ എമൗണ്ടിൽ നിന്ന് ഈ മുഴുവൻ തുകയും കുറച്ച് മാറ്റി എടുക്കാവുന്നതാണ്. അതാണ് വ്യത്യാസം. ഫിഫ്ത്ത് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് സാൽവേജ് വാല്യൂ. The lessee, not being the owner of the asset, doesn't enjoy the salvage value of the asset. The hirer in hire purchase, being the owner of the asset, enjoys salvage value of the asset. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാൽവേജ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്ക്രാപ്പ് വാല്യൂ എന്നും പറയാം. ഇപ്പോൾ ലീസ് എഗ്രിമെൻറ്റിലാണെങ്കിൽ ലെസ്സി അസറ്റിൻ്റെ ഓണറല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ ഹയറർ ആ അസറ്റിൻ്റെ ഓണറാണ്, ഓണർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അവസാന ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ ഓണർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ സാൽവേജ് വാല്യൂ എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുക, അപ്പോൾ ഈ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് എന്താണ് ഗുണം?
അതായത് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ആ അസറ്റിന് എന്ത് വാല്യൂ ഉണ്ട്, അത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയും. അത് വിറ്റിട്ട് എടുക്കാം, അതിനകത്ത് ചെറിയ ഒരു തുക ലഭിക്കും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം, അതിൻ്റെ അത്രയും മൂല്യം ആ അസറ്റിനുണ്ടായിരിക്കും. അതായത് ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാല്യൂവിനാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലെസ്സിയുടെ കേസിലാണെങ്കിൽ ലെസ്സി അസറ്റിന് ഓണർ ഇല്ലാത്തതുകൊണ്ട് ആ സ്ക്രാപ്പ് വാല്യൂവിന് അല്ലെങ്കിൽ സാൽവേജ് വാല്യൂവിന് അദ്ദേഹത്തിന് അവകാശമില്ല. എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ ഹയറർ അസറ്റിൻ്റെ ഓണർ ആവുന്നത് കൊണ്ട് ആ സ്ക്രാപ്പ് വാല്യൂ അദ്ദേഹത്തിന് ലഭിക്കും. മറ്റേടത്താണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ലഭിക്കില്ല. സിക്സ്ത് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് ഡെപ്പോസിറ്റ്. ലെസ്സി ഈസ് നോട്ട് റിക്വയർഡ് ടു മേക്ക് എനി ഡെപ്പോസിറ്റ് വെയറാസ് 20% ഡെപ്പോസിറ്റ് ഇസ് റിക്വയർഡ് ഇൻ ഹയർ പർച്ചേസ്. ഇപ്പോൾ ഒരു ലീസ് എഗ്രിമെൻറ്റിലാണെങ്കിൽ ലെസ്സി യാതൊരു വിധ ഡെപ്പോസിറ്റ് നൽകേണ്ടതില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപയുള്ള ഒരു അസറ്റാണ് പാട്ടത്തിന് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ലെസ്സി തുടക്കത്തിൽ ഒരു ഡെപ്പോസിറ്റ് നൽകേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു അസറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% ഇനിഷ്യൽ ഡെപ്പോസിറ്റായിട്ട് ഹയറർ നൽകേണ്ടി വരും, വാടകയ്ക്ക് എടുക്കുന്ന ആൾ നൽകേണ്ടതായിട്ട് വരും. അതാണ് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ച് ലീസും ഈ ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സെവൻത് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് നേച്ചർ ഓഫ് ഡീൽ. വിത്ത് ലീസ് വി റെൻറ്റ് ആൻഡ് വിത്ത് ഹയർ പർച്ചേസ് വി ബൈ ദ ഗുഡ്സ്. ഏഴാമത്തെ ഡിഫറൻസ് ഇതാണ്. ലീസ് ആണെങ്കിൽ, ലീസ് എഗ്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ അസറ്റ്സ് റെൻറ്റിനാണ് എടുക്കുന്നത്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു. എന്നാൽ ഹയർ പർച്ചേസിൽ നമ്മൾ ഗുഡ്സ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡീലിലുള്ള വ്യത്യാസം. Eighth difference is regarding extent of finance. In lease, financing is 100% since it is required down payment, whereas hire purchase requires 20 to 25% down payment. ഇവിടെ എക്സ്റ്റെൻറ്റ് ഓഫ് ഫിനാൻസ്, ഇപ്പോൾ ഓരോ ലീസിങ്ങിലാണെങ്കിൽ ഒരു ഫിനാൻസ് ചെയ്യുമ്പോൾ ലീസ് പാട്ടത്തുക എത്രയാണ് അതിന് മുഴുവനും നമുക്ക് ഫിനാൻസിങ് ലഭിക്കും. ഇപ്പോൾ നമ്മളൊരു അസറ്റ് പാട്ടത്തിന് എടുക്കാൻ പോവുകയാണ്, നമുക്ക് 2 ലക്ഷം രൂപ ആവുമെങ്കിൽ ആ 2 ലക്ഷം രൂപയ്ക്കും നമുക്ക് കടം ലഭിക്കും. അത് തവണകളായിട്ട് അടയ്ക്കാനുള്ള സാവകാശം ലഭിക്കും. അതിന് കടം ബാങ്കുകളോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നൽകും, 100% ഫിനാൻസ് തരും. പക്ഷേ എന്നാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ നമ്മൾ ആ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ 20 അല്ലെങ്കിൽ 25% ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കണം. ബാക്കി തുകയ്ക്ക് മാത്രമേ നമുക്ക് ഫിനാൻസിങ് ലഭിക്കുകയുള്ളൂ. ഇതാണ് ലീസിങ്ങും ഹയർ പർച്ചേസും തമ്മിലുള്ള ഫിനാൻസിങ്ങിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. നയൻത് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് മെയിൻ്റനൻസ്. കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഹയർഡ് അസറ്റ്സ് ഇസ് ബോൺ ബൈ ഹയറർ ആൻഡ് ദ ലീസ്ഡ് അസറ്റ് അതർ ദാൻ ഫിനാൻഷ്യൽ ലീസ് ഇസ് ബോൺ ബൈ ദ ലെസർ. മെയിൻ്റനൻസ് സംബന്ധിച്ചാണ് അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹയർഡ് അസറ്റ്സ് മീൻസ് ഹയർ പർച്ചേസിലാണെങ്കിൽ അസറ്റ്സിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചിലവ് കോസ്റ്റ് വഹിക്കുന്നത് ഹയറർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ഹയർ പർച്ചേസർ ആയിരിക്കും അത് വഹിക്കുന്നത്, ബോൺ ചെയ്യുന്നത്. എന്നാൽ ലീസ്ഡ് അസറ്റ് അതായത് ഫിനാൻഷ്യൽ ലീസ് ഒഴികെ മറ്റെല്ലാ ലീസുകളിലും ലീസ്ഡ് അസറ്റിൻ്റെ മെയിൻ്റനൻസ് വഹിക്കുന്നത് ലെസർ ആയിരിക്കും, എന്നുവെച്ചാൽ പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ഫിനാൻഷ്യൽ ലീസിൽ അങ്ങനെയല്ല. ഫിനാൻഷ്യൽ ലീസിലൊഴികെ ബാക്കി ലീസ്ഡ് അസറ്റ്സിൻ്റെ എല്ലാം മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് ബോൺ ചെയ്യേണ്ടത് ലെസർ ആയിരിക്കും. 10th difference is regarding reporting. Hire purchase assets is a balance sheet item in the books of hirer, whereas leased assets are shown as off balance sheet item, that is shown as footnote to balance sheet. ഇനി റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഹയർ പർച്ചേസിലായാലും ലീസിലായാലും ഇതിനെ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കും. ഹയർ പർച്ചേസ് അസറ്റ് ആണെങ്കിൽ, ഹയർ പർച്ചേസ്ഡ് അസറ്റ്സ് ആണെങ്കിൽ അത് ഹയററുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിൽ ഇതിനെ അസറ്റായിട്ട് തന്നെ കാണിക്കും. ബാലൻസ് ഷീറ്റിലൊരു ഐറ്റമായിട്ട് തന്നെ കാണിക്കും. അസറ്റിനകത്ത് വാല്യൂ ഇൻക്രീസ് ചെയ്യും, അത് അസറ്റായിട്ട് കാണിക്കുകയും ചെയ്യും. എന്നാൽ ലീസ്ഡ് അസറ്റ് ആണെങ്കിൽ അതൊരിക്കലും ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ കൂടെ കാണിക്കില്ല. പകരം ഇത് ബാലൻസ് ഷീറ്റിന് ഒരു ഫുട് നോട്ടായിട്ട് മാത്രം, ഇങ്ങനെ ഒരു അസറ്റ് ലീസിന് എടുത്തിട്ടുണ്ടെന്ന് അതിൻ്റെ വാല്യൂ ഒക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കത്തില്ല, എന്നാൽ അതിൻ്റെ ഒരു ഫുട് നോട്ടായിട്ട് മാത്രം കാണിക്കും. ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലുള്ള വ്യത്യാസം, ഹയർ പർച്ചേസ്ഡ് അസറ്റ്സും അതേപോലെ ലീസ്ഡ് അസറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. Assignment question. Distinguish between lease and hire purchase. I hope all of you understood the topic differences between lease and hire purchase quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.